നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ നിർത്തിവെച്ച സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചു. വൺ വേ തെറ്റിച്ചതിന് ബുധനാഴ്ച ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തൊഴിലാളികളെ അകാരണമായി തടഞ്ഞുവെക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു തൊഴിലാളികൾ പണിമുടക്കിയത്. നാട് കാണാനെത്തിയ രാജവെമ്പാലയെ പിടികൂടി തിരികെ കാട്ടിലേക്ക് അയച്ചു. വണ്ണപ്പുറം നൂലുറ്റിൽ എൽദോസിന്റെ വീടിന് സമീപമാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. ജല അതോറിറ്റിയുടെ കീഴിൽ കുപ്പിവെള്ള കമ്പനി തുടങ്ങുവാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിനോട് ചേർന്നാണ് കുപ്പിവെള്ള കമ്പനി തുടങ്ങുക. ഇന്റർനാഷണൽ ജൂഡോ താരം അശ്വതി PR ഭവനം ജില്ലാ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത്. രജിസ്ട്രേഷൻ വകുപ്പിൽ അശാസ്ത്രീയമായി ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനെതിരെ ആധാരം എഴുത്തുകാർ നടത്തുന്ന പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക്. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച നടന്ന ധർണ സ്റ്റാമ്പ് വെൻഡേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ തമ്മംകുത്ത് വണ്ണപ്പുറം റൂട്ടിൽ നിർത്തിവെച്ച സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചു. ബുധനാഴ്ച വണ്ണപ്പുറത്ത് വൺ വേ തെറ്റിച്ച ബിബിൻസ് ബസ് കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചെടുത്തിരുന്നു. ഇതേ തുടർന്ന് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും ബസ് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പ്രസിഡന്റ് KP വർഗീസിന്റെയും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാബു ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ബസ് ജീവനക്കാർക്കെതിരെ പെറ്റി കേസെടുത്ത് വാഹനം വിട്ടുകൊടുക്കുവാനും സർവീസ് പുനരാരംഭിക്കുവാനും തീരുമാനിച്ചു. ചർച്ചയിൽ കാളിയാർ SI ജോയി, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തു. വണ്ണപ്പുറം SNM VHSS സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വൺ വേ റോഡ് ടാർ ചെയ്ത് നന്നാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഇതേസമയം KSRTC ബസ്സുകളും മറ്റ് ഹെവി വാഹനങ്ങൾക്കും വൺ വേ സംവിധാനം ബാധകമല്ലാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. ഈ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി ഇന്നലെ വണ്ടി താമസിച്ചു വന്നു. പിള്ളേരെ ഒത്തിരി ഉണ്ടായിരുന്നു. കയറ്റി ഇറക്കി വണ്ടി പോയി. ആ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സാറിന് നിസ്സാരമായിട്ട് 200 രൂപ ഒരു കേസ് ചാർജ് ചെയ്തിട്ട് ആ വണ്ടി വിടാറുണ്ട്. ഇന്നലെ 3 ചാല വണ്ടി പോവുകയും ചാല് പോകാതിരിക്കുകയും ആ വണ്ടി സ്റ്റേഷനിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ടായി. വണ്ടി 2013 സെപ്റ്റംബറിൽ നടത്തപ്പെട്ട SCVT ട്രേഡ് ടെസ്റ്റ് എഴുതിയ ഇടുക്കി കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITയിലെ ആദ്യ ബാച്ച് DTPO ട്രേഡിലെ എല്ലാ ട്രെയിനികൾക്കും മികച്ച വിജയം. 2013 സെപ്റ്റംബറിൽ നടത്തപ്പെട്ട SCVT ട്രേഡ് ടെസ്റ്റിൽ കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITയിൽ DTPO ട്രേഡിലെ എല്ലാ ട്രെയിനുകൾക്കും വൻ വിജയം. 2013 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന് നേടിത്തന്ന ഈ വൻ വിജയം കോളേജിനും തുടർ തലമുറയ്ക്കും ഒരു മുതൽക്കൂട്ടാണ്. കോളേജ് പ്രിൻസിപ്പൽ തോമസ് പോൾ വാഴപ്പിള്ളിയുടെയും മറ്റ് അധ്യാപകരുടെയും എല്ലാ ട്രെയിനുകളുടെയും ആത്മാർത്ഥമായ പരിശീലനത്തിന്റെ ഫലമാണ് ആദ്യ വർഷത്തിൽ തന്നെയുള്ള ഈ വൻ വിജയം. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ അധ്യാപകരെയും ട്രെയിനുകളെയും PTA അഭിനന്ദനം അറിയിച്ചു. 2013 ജാനുവരിയിൽ ആരംഭിച്ച ഗവൺമെന്റ് IT കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ രാജവെമ്പാലയെ പിടികൂടി വീണ്ടും കാട്ടിലേക്ക് അയച്ചു. മുള്ളിരിങ്ങാടാണ് വ്യാഴാഴ്ച പുലർച്ചെ രാജവെമ്പാലയെ കണ്ടെത്തിയത്. നൂലുറ്റിൽ എൽദോസിന്റെ വീടിന് സമീപമുള്ള കൊക്കോമരത്തിലാണ് രാജവെമ്പാല കയറിക്കൂടിയത്. പശുവിന് വെള്ളം കൊടുക്കുവാൻ വീട്ടുകാർ ഇറങ്ങിയപ്പോഴാണ് കൊക്കോമരത്തിലെ അതിഥിയെ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രാജവെമ്പാലയെ പിടികൂടുകയായിരുന്നു. തുടർന്ന് തട്ടേക്കാട് വനമേഖലയിൽ ഇറക്കിവിട്ടു. അവിടെ എന്താ പിടിക്കാം, അവിടെ ഇരിക്കുന്നില്ലേ നമുക്ക് അവിടെ പോയി നോക്കി.
രഥവുമായി എത്തിയ ശബരിമല തീർത്ഥാടകർ കൗതുകമായി. കർണാടകത്തിൽ നിന്നുള്ള ഒരു കൂട്ടം അയ്യപ്പന്മാരാണ് രഥവുമായി ശബരിമലയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമാണ് ഇവർ യാത്ര തുടർന്നത്. ജല അതോറിറ്റിയുടെ കീഴിൽ കുപ്പിവെള്ള കമ്പനി തുടങ്ങുവാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിനോട് ചേർന്നാണ് കുപ്പിവെള്ള കമ്പനി തുടങ്ങുക. 10.25 കോടി രൂപയുടെ മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന കേരള ഇറിഗേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ പൂർണ്ണമായും പൊതുമേഖലയിലായിരിക്കും പ്രവർത്തിക്കുക. വളരെ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നിലവിലെ ബജറ്റിൽ നിക്ഷേപങ്ങൾക്ക് എന്ന ശീർഷകത്തിൽ അനുവദിച്ച തുകയിൽ നിന്നാണ് 10.25 കോടി രൂപ നൽകുക. തൊടുപുഴ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്തിയ വെങ്ങല്ലൂരിലെ ജനങ്ങളോടുള്ള പക തീർക്കുന്നതിനാണ് റെസിഡൻസ് അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് MC മാത്യു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ കോൺഗ്രസിനും നഗരസഭാ കൗൺസിലിനുമെതിരെ വന്നിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ആരോപിച്ചു. ജനങ്ങൾക്ക് ദോഷകരമായ പദ്ധതികളെ അനുകൂലിക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു. MC മാത്യു നടത്തിയിരിക്കുന്ന പ്രസ്താവന തികച്ചും രാഷ്ട്രീയ ലക്ഷ്യവും ജനങ്ങളെ കോൺഗ്രസിനെതിരായി ചിന്തിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. 2005 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ച ബംഗളൂർ ഡിവിഷനിലാണ് നിർദ്ദിഷ്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യൂണിറ്റിന് നഗരസഭ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ജൂഡോ താരം അശ്വതി PR-ന്റെ ഭവനം ജില്ലാ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശനം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത്. ഇന്റർനാഷണൽ ജൂഡോ താരം അശ്വതിയുടെ ഭവനം ജില്ലാ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശനം നടത്തി. നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ PR അശ്വതിയുടെ വസതിയിൽ ബന്ധപ്പെട്ടവർ ആരും സന്ദർശിക്കാത്തത് കഴിഞ്ഞ ദിവസം BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇടുക്കി ജില്ലാ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ ഇനിയൊരു കൗതുക കാഴ്ച. അപ്രതീക്ഷിതമായി ക്യാമറയ്ക്ക് മുന്നിൽപ്പെട്ടതാണ് ഈ ഉടുമ്പുകൾ. മനുഷ്യ സാന്നിധ്യം അറിയുമ്പോൾ ഓടിയൊളിക്കുന്ന ഇവ വളരെ കരുത്തരാണ്. ഉടുമ്പുകൾ ഇണചേരുകയോ അതോ എന്തെങ്കിലും തർക്കത്തെ തുടർന്ന് ഗുസ്തി പിടിക്കുകയോ എന്നും സംശയമുണ്ട്. എന്തായാലും ഇന്ത്യൻ ഗുസ്തിയെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവയുടെ പ്രകടനം. രജിസ്ട്രേഷൻ വകുപ്പിൽ അശാസ്ത്രീയമായി ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനെതിരെ ആധാരമെഴുത്തുകാർ 3 ദിവസം തുടർച്ചയായി നടന്ന പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് കടന്നു. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച നടന്ന ധർണ സ്റ്റാമ്പ് വെൻഡേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ സമരം ആധാരമെഴുത്തുകാർ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളമുള്ള ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ ഇന്ന് സമരം ചെയ്യാത്ത ഒരു വിഭാഗം ജനങ്ങളുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ പത്രം തന്നെ എടുത്ത് നോക്കിയപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അവരുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആനുകൂല്യം, ശമ്പളം സാധാരണ ക്രിസ്മസിന് മുമ്പായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ ഈ വർഷം സർക്കാരിൻ്റെ ഖജനാവ് കാലിയായതിനെ തുടർന്ന് 25%
ശമ്പളം മാത്രം മുൻകൂട്ടി കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് കേരളത്തിലെ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ജില്ല, ഇടുക്കി ജില്ല, ഇപ്പോൾ കസ്തൂരി രംഗൻ്റെയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എല്ലാം പേരിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു സമരത്തിൻ്റെ പാതയിലാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും പ്രദേശങ്ങളിലെ ആൾക്കാർ ഈ ഹൈറേഞ്ച് മേഖലകളിലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന പ്രദേശത്ത് യൂണിറ്റ് പ്രസിഡന്റ് പീറ്റർ ഇഗ്നേഷ്യസ്, സന്തോഷ് അറക്കൽ, സെക്രട്ടറി ആർ രാജു, ജോയിന്റ് സെക്രട്ടറി KG ഷീല, NG വിജയകുമാർ, MV ചന്ദ്രശേഖർ നായർ, PK മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആധാരമെഴുത്തുകാർ കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ടോമി ജോൺ, സെക്രട്ടറി PT വിജയമ്മ, ബിജു മാത്യു, ജനാർദ്ദന കൈമൾ, TS സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന രജിസ്ട്രേഷൻ IG ഓഫീസ് ഉപരോധത്തിൽ ജില്ലയിലെ ആധാരമെഴുത്തുകാർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. സമരം ചെയ്യാൻ മടിയുണ്ട്. ഇതാണ് സർക്കാർ നയമെങ്കിൽ, ഇതാണ് സർക്കാർ നയമെങ്കിൽ ഞങ്ങൾ പിന്നോട്ട്, എഴുത്തുകാരെ പട്ടിണിയിലാക്കും, നടപ്പിലാക്കും. രാജിവെച്ചു പുറത്തു പോകും മന്ത്രി കോമാളി, രാജിവെച്ചു പുറത്തു പോകും. ലൈസൻസിൽ സർക്കാരിന്റെ ഖജനാവിൽ, സർക്കാർ നൽകിയ ലൈസൻസിൽ ഖജനാവിൽ കോടികൾ ഞങ്ങൾ നൽകും. ഞങ്ങളെ ഇപ്പോൾ എന്നിട്ടെന്തേ ഞങ്ങളെ ഇപ്പോൾ മാറ്റുന്നു. ഇല്ല ഞങ്ങൾ പൊറുക്കില്ല, എഴുത്തുകാരെ പട്ടിണിയിലാക്കും. മണ്ണിൽ കുട്ടികളെ എഴുതിച്ച് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഡേ കെയർ ശ്രദ്ധേയമാകുന്നു. തൊടുപുഴയിലുള്ള കിഡ്സ് വില്ലയാണ് മലയാളത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത്. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയ നഴ്സറി സ്കൂളിൽ രക്ഷിതാക്കളിൽ നിന്നും നല്ല പ്രതികരണം. തൊടുപുഴ കാഞ്ഞിരപ്പറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപമുള്ള കിഡ്സ് വില്ലയാണ് വ്യത്യസ്തമായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്നത്. നഴ്സറി, ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്നിവയാണ് ഇവിടെയുള്ളത്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുള്ള പാഠ്യപദ്ധതിയാണ് കിഡ്സ് വില്ലയിലുള്ളതെന്ന് പ്രിൻസിപ്പൽ അജിത് ചന്ദ്രൻ പറഞ്ഞു. സ്കൂള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്കൂളാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിനും പ്രാധാന്യം വേണം. അപ്പം നമ്മൾ ഇംഗ്ലീഷിനും അതിൻ്റേതായ രീതിയിൽ ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങൾക്കും ഉൾപ്പെട്ട ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. അത് ഓറൽ ക്ലാസ്സാണ്. എന്നുവെച്ചാൽ ബുക്സും ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് വളരെ ലളിതമായ രീതിയിൽ അവർക്ക് വളരെ സന്തോഷപ്രദമായ രീതിയിലുള്ളൊരു ക്ലാസ്. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ്, പിന്നെ അതുപോലെ അഭിനയഗാനം, ഇംഗ്ലീഷ് പാട്ടുകൾ, ഇങ്ങനെ എല്ലാ രീതിയിലും, അതുപോലെ ശാരീരികമായിട്ടുള്ള യോഗ, ചെറുതായിട്ട് ശാരീരിക വ്യായാമങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പാഠ്യേതര വിഷയമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മുടെ പഴയ ആചാരപ്രകാരമുള്ള ആ ഒരു നിലത്തെഴുത്ത് സമ്പ്രദായം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ഹൃദ്യസ്ഥമാകുന്ന രീതിയിൽ അക്ഷരങ്ങൾ ബുക്കിൽ എഴുതിനേക്കാളും ബോർഡിൽ എഴുതിനേക്കാളും കാര്യമായിട്ട് തന്നെ അവരുള്ളിലേക്ക് മലയാളം, നമ്മുടെ അമ്മയുടെ ആ ഒരു സ്ഥാനമുള്ള മാതൃഭാഷ, അത് എത്രത്തോളം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമ്മളത് നിലത്തെഴുത്തിലൂടെ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നഴ്സറി കുട്ടികൾക്ക് നിലത്തെഴുത്തിലൂടെയുള്ള അക്ഷര പരിശീലനം നൽകി വരുന്നു. മണ്ണിൽ എഴുതിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. കുട്ടികളുടെ സംരക്ഷണവും അതോടൊപ്പം പഠനത്തിലുള്ള താല്പര്യം ഉളവാക്കുകയും ചെയ്യുന്നുവെന്നത് ഈ ഡേ കെയറിനെ വ്യത്യസ്തമാക്കും.